നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ എൻജിൻ ഓയിൽ ചേഞ്ചിങ് ആണ്. എങ്ങനെ നമുക്ക് സ്വന്തമായി എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യാം. ആദ്യം നമ്മൾ 12-13 സ്പാനറി 13 ബോൾട്ട് ലൂസ് ചെയ്യുക. 13 ബോൾട്ട് ലൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 13 ബോൾട്ടാണ് ഇപ്പോൾ ഊരുന്നത്. 13 ബോൾട്ട് ഊരിക്കൊണ്ടിരിക്കുകയാണ്. 13 ബോൾട്ട് ഊരുക, ഓയിൽ റിലീസായി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 13 ബോൾട്ടാണ് ഇപ്പോൾ ഊരിയത്. 13 ബോൾട്ട് ഊരുമ്പോൾ ഇതേപോലെ ഓയിൽ നമുക്ക് പുറന്തള്ളപ്പെടുന്നത് കാണാൻ പറ്റും. 13 ബോൾട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് 13 ബോൾട്ട്. 13 ഈ ബോൾട്ട് ഊരി കഴിയുമ്പോഴാണ് ആദ്യം നമ്മൾ 13 ആ ബോൾട്ട് ഊരുക. നമുക്ക് മാറാൻ ആവശ്യമായിട്ടുള്ള പുതിയ ഓയിലും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഫിൽറ്റർ കിട്ടുന്നതായിരിക്കും. ഫിൽറ്ററിന് ഏതാണ്ട് 80 രൂപയോളമാണ്. ഈ ഫിൽറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. ഓയിൽ ഫിൽറ്റർ എന്ന് പറയും. ഈ ഫിൽറ്ററും ഓയിൽ മാറുന്നതിൻ്റെ കൂട്ടത്തിൽ മാറ്റാനുള്ളതാണ്. ഫിൽറ്റർ നമ്മളിപ്പോൾ തിരികെ റീപ്ലേസ് ചെയ്ത് മുറുക്കിയിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ അതുകൂടാതെ ഇനി അടുത്തത് 12 ബോൾട്ടും കൂടാണ് നമ്മൾ മുറുക്കാൻ പോകുന്നത്. 12 ബോൾട്ടും ഇട്ട് മുറുക്കിയതിന് ശേഷം ഇതിപ്പം 8 ബോൾട്ടാണ്. 8 ബോൾട്ട് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ഓയിൽ ലീക്ക് റിമൂവ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ 12 ബോൾട്ട് ഇവിടെ റീപ്ലേസ് ചെയ്യുകയാണ്. 12 ബോൾട്ട് റീപ്ലേസ് ചെയ്ത് മുറുക്കുന്നു. ഇനി നമ്മൾ ആദ്യം പുതിയ ഓയിൽ ഒഴിക്കുന്നതിന് മുമ്പേ നമ്മൾ ഫിൽറ്റർ ആദ്യം ചേഞ്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഫിൽറ്റർ ഈ ഭാഗത്താണ് വരുന്നത്. പുതിയ ഫിൽറ്റർ റീപ്ലേസ് ചെയ്ത് നമ്മളത് ടൈറ്റ് ചെയ്യുകയാണ്. ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 3 ത്രെഡും ഒരുപോലെ സമാസമം ടൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ത്രെഡ് പോകുന്നതായിരിക്കും. അതിനുശേഷം നമ്മളിപ്പോൾ പുതിയ ഓയിൽ ഒഴിക്കുകയാണ് വണ്ടിയിലേക്ക്. 2 ലിറ്ററിൻ്റെ സിന്തറ്റിക് ഓയിലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. 15 വാൾട്ട് 50 ആണ് നമ്മുടെ ബുള്ളറ്റ് 350 മോഡൽ, പുതിയ മോഡലുകൾക്ക് ഒഴിക്കുന്നത്. 15 വോൾട്ട് 50. ഇപ്പം നമ്മൾ ഓയിൽ ഫുൾ ഒഴിച്ച് തീർന്നു. ഇനി ഇതിൻ്റെ ക്യാപ്പ് ഒന്ന് ക്ലീനാക്കി അത് അടച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഓയിൽ ചേഞ്ചിങ് നമ്മുടെ തീർന്ന്. ക്യാപ്പ് റീപ്ലേസ് ചെയ്യുകയാണ്. ക്യാപ്പ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ചിങ് നമ്മുടെ കഴിഞ്ഞു. ഇത്രയും കാര്യമുള്ളൂ. വർക്ക്ഷോപ്പിൽ പോയി നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. 2 സ്പാനർ, 8-ൻ്റെയും 12-ൻ്റെയും 2 സ്പാനറും എൻജിൻ ഓയിലും ഫിൽറ്ററും മേടിച്ചാൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നന്ദി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.